അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും പ്രിയം നിറഞ്ഞ കേട്ടറ്റ് വിദ്യാർത്ഥികളെ, എക്സാമിൻ്റെ പടിവാതിൽക്കലാണ് നമ്മളൊക്കെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ എക്സാമിൽ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റിയ കുറച്ച് ഏരിയകളും അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളും ഓർമ്മപ്പെടുത്താനാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. കേട്ടറ്റ് പരീക്ഷയ്ക്ക് പ്രത്യേകിച്ച് അവസാനത്തെ 2-3 എക്സാമുകൾ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവാൻ സാധിക്കും, ഗ്രാമർ ഭാഗത്ത് നിന്ന് ധാരാളം ചോദ്യങ്ങൾ നമുക്ക് കാണുന്നുണ്ട്. കാരണം ലുഗത്ത് നന്നായിട്ട് അറിയുന്നവർക്ക് അല്ലെങ്കിൽ ലുഗത്ത് അറിയുന്നവർ മാത്രമേ കേട്ടറ്റ് പാസ്സായാൽ മതി എന്ന ഒരു തരത്തിലേക്ക് നമ്മുടെ പരീക്ഷയുടെ അവസ്ഥകളൊക്കെ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേട്ടറ്റ് പരീക്ഷയിൽ ഗ്രാമർ ഏരിയയിൽ നിന്നും നമ്മൾ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ നിർബന്ധമായും ഗ്രാമറിൻ്റെ ഏരിയയിൽ നിന്ന് പഠിക്കേണ്ട ഭാഗങ്ങൾ ഏതൊക്കെയാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗ്രാമർ നമുക്കറിയാം, ഒരു വലിയ വിശാലമായൊരു ബഹറാണ് അല്ലേ. പക്ഷെ അതിൽ സ്ഥിരമായി എക്സാമിൽ റിപ്പീറ്റഡായിട്ട് വരുന്ന ചില ഭാഗങ്ങളുണ്ട്. ആ ഭാഗങ്ങൾ കവർ ചെയ്യാതെ ഒരിക്കലും നമ്മൾ ഒരു എക്സാമിന് വേണ്ടി പോവരുത്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള ചില പ്രധാനപ്പെട്ട സോർട്ട് ചെയ്തിട്ട് ചില പ്രധാനപ്പെട്ട ഏരിയകളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങളിത് മാത്രം പഠിച്ചു പോകുക എന്നുള്ളതല്ല, മറിച്ച് ഈ ഏരിയകളൊക്കെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമേ നിങ്ങൾ എക്സാമിന് പോകാൻ പാടുള്ളൂ. ഓക്കെ, ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട നമ്മൾ പ്രൈമറി ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏരിയകൾ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഒന്നാമത്തത് അൽ അദദു വൽ മഅദൂദ്. ഏതൊരു പേപ്പർ എടുത്ത് നോക്കിയാലും കേട്ടറ്റ് മാത്രമല്ല, നിങ്ങൾ ഇത് കഴിഞ്ഞ PSCയും സെറ്റും നെറ്റും ഏത് പേപ്പർ എടുത്ത് നോക്കിയാലും അദദ് മഅദൂദ് ഇല്ലാത്തൊരു പേപ്പർ നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ അൽ അദദു വൽ മഅദൂദ് എന്ന ഭാഗം വളരെ ബേസിക് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. എന്തൊക്കെയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്? ഒന്ന്, ഇഅറാബുൽ മഅദൂദ്. നമ്മൾ എണ്ണപ്പെടുന്ന സാധനമാണ്, അതിൻ്റെ ഇഅറാബ് എങ്ങനെയായിരിക്കും? അതിന് ജറാണോ, അതിന് നസ്ബാണോ, അത് മുഫ്രദായിട്ടാണോ പറയുക, അത് ജമ്മായിട്ടാണോ പറയുക എന്ന രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? അദദിൻ്റെ മഅദൂദിൻ്റെ ഇഅറാബ് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഇഅറാബുൽ അദദി, നമ്മൾ പറയുന്ന എണ്ണങ്ങളുടെ ഇഅറാബ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, നമ്മൾ ടോട്ടൽ നമ്മൾ അദദ് മഅദൂദ് എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് പഠിക്കാനുള്ളത് ഏതൊക്കെയാണ്? ഒന്ന്, നമ്മൾ 1, 2 അല്ലേ, വാഹിദ് അതുപോലെ ഇസ്നാനി എന്ന് പറയും. ഇത് രണ്ടും സിഫത്തായിട്ടേ വരുള്ളൂ. ഏതുപോലെ ഷജറത്തുൻ വാഹിദത്തുൻ, റജുലുൻ വാഹിദുൻ. അപ്പോൾ അത് രണ്ടും സിഫത്ത് മൗസൂഫ് നഅത്ത് മൻഊത്തായിട്ടായിരിക്കും ഉണ്ടായിരിക്കും. ഇനി 3 മുതൽ 10 വരെയുള്ള നിയമം എന്ന് പറയുന്നത് അദദും മഅദൂദും തമ്മിൽ എതിരായിരിക്കും. അതായത് അദദ് മുഅന്നസാണെങ്കിൽ മഅദൂദ് മുഅന്നസാണെങ്കിൽ അദദ് മുദക്കറാവണം. ഏതുപോലെ 3 രാത്രികൾ എന്ന് പറയുമ്പോൾ ലൈലത്ത് മുഅന്നസാണ്, അപ്പോൾ നമ്മൾ അദദിന് എന്താക്കണം? മുദക്കർ സലാസു എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ മഅദൂദിന് എന്താക്കണം? മുഅന്നസാക്കണം, മറിച്ച് അതിനെ ജംആക്കുകയും വേണം. അപ്പോൾ സലാസു ലൈലത്തിൻ എന്നല്ല പറയാ, സലാസു ലയാലിൻ എന്ന പറയാം. 3 മുതൽ 10 വരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. രണ്ടും എതിരാവണം. ഒന്ന് മുദക്കറാണെങ്കിൽ ഒന്ന് മുഅന്നസായിരിക്കണം. അതോടൊപ്പം മഅദൂദ് എപ്പോഴും ജംആയിരിക്കും, മജ്റൂറായിരിക്കും. ഏതുപോലെ സബ്ഉ ലയാലിൻ വസമാനിയതു അയ്യാമിൻ എന്നുള്ളതൊക്കെ അതിൻ്റെ ഉദാഹരണങ്ങളാണ്. ഓക്കെ, ഇനി നമ്മൾ അദദിന് എങ്ങനെയൊക്കെ ഇറാബ് കൊടുക്കുന്നത്? അദദിൽ ചില ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഒന്ന്, നമ്മൾ 11 മുതൽ 19 വരെ പറയും. ഇതുപോലെ അഹദ അശ്ര, ഇസ്ന അശ്ര, സലാസ അശ്ര, അങ്ങനെ നമ്മൾ 19 വരെയുള്ള അദദുകൾക്ക് നമ്മൾ അൽ അദദുൽ മുറക്കബ് എന്ന് നമ്മൾ പറയും. അപ്പോൾ അദദ് മുറക്കബുകളൊക്കെ മബ്നിയുൻ അലൽ ഫത്ഹി, അത് ഫത്ഹിൻ്റെ മേലിൽ മബ്നിയായിരിക്കും.
ഈ 11 മുതൽ 19 വരെയുള്ള എല്ലാ അദദുകളും ഫത്ഹിൻ്റെ മേലിൽ മബ്നിയായിരിക്കും. പിന്നെ നമ്മൾ ഏക്കതുകളുണ്ടല്ലേ, ഏതുപോലെ ഐഷറൂൻ, സലാസൂൻ, അർബഊൻ, ഖംസൂൻ, സിത്തൂൻ മുതൽ തിസ്ഊൻ വരെ, അത് ഒരിക്കലും അതിൻ്റെ സീഗയിൽ വ്യത്യാസപ്പെടില്ല. ഏതുപോലെ മഅദൂദ് മുദക്കറാവട്ടെ മഅദൂദ് മുഅന്നസ് ആവട്ടെ, അതിൻ്റെ സീഗയിൽ ഒരിക്കലും വ്യത്യാസപ്പെടില്ല. അപ്പോൾ നമ്മൾ 20 രാത്രികൾക്ക് ഐഷറൂന ലൈലത്തൻ, 20 ദിവസങ്ങൾക്കോ ഐഷറൂന യൗമൻ എന്നാണ് പറയുക. ഓക്കെ. ഇനി വേറെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 11 മുതൽ 99 വരെ മഅദൂദ് എപ്പോഴും മുഫ്രദായിരിക്കും, മൻസൂബായിരിക്കും. ഏതുപോലെ അഹദ അശറ കൗക്കബൻ എന്ന് പറയും. ഇനി അതുപോലെ തിസ്അ വ തിസ്ഈന കൗക്കബൻ എന്നാണ് പറയുക. ഓക്കെ. അപ്പോൾ 11 മുതൽ 99 വരെ മഅദൂദ് എപ്പോഴും മുഫ്രദായിരിക്കും, മൻസൂബായിരിക്കും. മൻസൂബാവ് തമീസ് നിലക്കുള്ള മൻസൂബായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ 1 മുതൽ 99 വരെയുള്ള മഅദൂദിൻ്റെ ഇറാബ് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ 100, 1000 എങ്ങനെ പറയാം? മിഅത്തു കിതാബിൻ അൽഫു ലൈലത്തിൻ എന്നാണ് പറയാം. അവിടെ മഅദൂദ് മുഫ്രദ് തന്നെയാണ്, പക്ഷേ മൻസൂബല്ല, മറിച്ച് മജ്റൂറായിരിക്കും. നമ്മളൊരു കിതാബുണ്ടല്ലോ, അൽഫു ലൈലത്തിൻ വലൈല, അത് ഇതിൻ്റെ ഒരു ഉദാഹരണമാണ്. അൽഫു ലൈലത്തിൻ എന്ന് പറയാം. അപ്പോൾ അവിടെ മുഫ്രദാവണം, മജ്റൂറാവണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അദദ് മഅദൂദ് എന്ന ഭാഗത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ. അപ്പോൾ ഈ ഏരിയ നിർബന്ധമായിട്ടും പഠിച്ചിട്ട് നമ്മൾ എക്സാമിന് പോകാൻ പാടുള്ളൂ. രണ്ടാമത് നമ്മൾ നോക്കേണ്ട ഒരു ഏരിയയാണ് മഫാഈലുൽ ഖംസ, അതായത് 5 മഫ്ഊലുകൾ അല്ലേ. അറബി ഗ്രാമറിൽ 5 തരം മഫ്ഊലുകളുണ്ട്. ഏതൊക്കെയാണ്? മഫ്ഊല് ബിഹി, മഫ്ഊല് ലഹു, മഫ്ഊല് മഅഹു, മഫ്ഊല് മുത്ലഖ്, മഫ്ഊല് ഫീഹി. ഈ 5 മഫ്ഊലുകൾ ചിലപ്പോൾ ഡെഫിനിഷൻ ചോദിക്കാറുണ്ട്. അതിൽ മഫ്ഊല് മുത്ലഖിൻ്റെ ഒക്കെ ഡെഫിനിഷൻ കഴിഞ്ഞ എക്സാമുകളിൽ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ മഫ്ഊല് മഅഹുവിൻ്റെ ഉദാഹരണങ്ങൾ കൊടുത്തിട്ട് ഇത് ഏത് ടൈപ്പ് മഫ്ഊലാണ് ചോദിച്ചിട്ടുണ്ട്. മഫ്ഊല് ലഹുവിൻ്റെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഓരോ മഫ്ഊലുകളും എന്താണ്, അതിൻ്റെ ഉദാഹരണങ്ങൾ എങ്ങനെയാണ് വരിക, അതിൻ്റെ ഡെഫിനിഷൻ എന്താണ് എന്നുള്ളത് നിർബന്ധമായിട്ടും നോക്കണം. മഫ്ഊല് ബിഹി എല്ലാവർക്കും അറിയാം, ഡയറക്റ്റ് മഫ്ഊലാണ്. ഡയറക്റ്റ് നമ്മുടെ ഫായിലിൻ്റെ പ്രവൃത്തി ഫെയിലിലേക്ക് മഫ്ഊലിലേക്ക് വിട്ടുകിടക്കും. ഏതുപോലെ ലറബ സയ്യിദുൻ അംറൻ, സയ്യിദ് അംറിനെ അടിച്ചു, അപ്പോൾ അത് ഡയറക്റ്റ് വിട്ട് കിടന്നു. അത് നമ്മൾ മഫ്ഊല് ബിഹി എന്ന്. അതുപോലെ റഅയ്തുക അല്ലേ, ഞാൻ കണ്ടു, നിന്നെ കണ്ടു. അപ്പോൾ അതൊക്കെ മഫ്ഊല് ബിഹിയുടെ ഉദാഹരണങ്ങളാണ്. ഓക്കെ. രണ്ടാമത്തത് മഫ്ഊല് ലഹു അല്ലെങ്കിൽ മഫ്ഊല് ലി അജ്ലിഹി എന്നുണ്ടാവും. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ ടേമിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, എന്തോ ഒരു കാരണത്തിന് വേണ്ടിയിട്ടുള്ള മഫ്ഊല് എന്നാണ്. ഏതുപോലെ ഖാമത്തുല്ലാബു, വിദ്യാർത്ഥികൾ എണീറ്റുന്നു അല്ലേ, അവർ നിന്നു. ഇക്രാമൽ ഉസ്താദിയും, അവിടെ ഉസ്താദിനെ ബഹുമാനിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ പറഞ്ഞ ഇക്രാമൻ എന്നുള്ളത് ഇത് ഇവിടുത്തെ മഫ്ഊല് ലഹുവാണ്. കാരണം കുട്ടികൾ നിൽക്കാനുള്ള കാരണം എന്താണ്? ആ ഉസ്താദിനെ ബഹുമാനിച്ചതിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഒരു കാരണത്തിന് വേണ്ടി കൊടുക്കുന്ന മഫ്ഊലുകൾക്ക് നമ്മൾ എന്ത് പറയും? മഫ്ഊല് ലഹു എന്ന് പറയും. ഈ മഫ്ഊല് ലഹു എന്ന് എപ്പോഴും എന്തായിരിക്കും? മസ്ദറായിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. ഇക്രാമൻ എന്ന രൂപത്തിലുള്ള മസ്ദർ രൂപത്തിലായിരിക്കും ഇതുണ്ടാവുക. ഓക്കെ. ഇനി മൂന്നാമത്തെ ഒരു ടൈപ്പാണ് മഫ്ഊല് മഅഹു. അതും നമുക്ക് ആ ടേമിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ഒരു മഅ എന്നൊരർത്ഥം ഉണ്ടാവും, ഒരു വാവ് ഉണ്ടാവും. ആ വാവുൽ മഅയ്യത്തിൻ്റെ ഒരു വാവായിരിക്കും. ഏതുപോലെ മശൈത്തു, ഞാൻ നടന്നു, വതുലു അശംസി, സൂര്യൻ ഉദിക്കുന്നതോടുകൂടെ. അപ്പോൾ വതുലു എന്നുള്ളത് തുലു മഫ്ഊല് മഅഹു ആണ്. ആ വാവ് എന്തിൻ്റെ അർത്ഥമാണ്? മഅൻ്റെ അർത്ഥമാണ്. അതൊരു മഅയ്യത്തിൻ്റെ വാവായിരിക്കും. അപ്പോൾ ഒരു ഉദാഹരണം തന്നിട്ട് നമ്മൾ അതിൻ്റെ അർത്ഥം നോക്കുക. എന്നിട്ട് അവിടെ കൂടെ ഒപ്പം എന്നൊരർത്ഥം അവിടെ കിട്ടുന്നുണ്ടോ, ഒരു വാവ് അവിടെ ഉണ്ടോ നോക്കുകയാണെങ്കിൽ അത് മനസ്സിലാക്കാം അതെന്തിൻ്റെ ഉദാഹരണമാണ്? മഫ്ഊല് മഅഹുവിൻ്റെ ഉദാഹരണമാണ്. ഇനി നാലാമത്തെ ഒരു മഫ്ഊലാണ് മഫ്ഊല് മുത്ലഖ് എന്ന് പറയുന്നത്. മഫ്ഊല് മുത്ലഖ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനായിരിക്കും? അത് ഒരു പ്രവൃത്തി അത് ചെയ്ത രൂപം വ്യക്തമാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയെ അത് തൗക്കീദ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയുടെ എണ്ണം വ്യക്തമാക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലായോ? ലി ബയാനി നൗഅഹി, അല്ലെങ്കിൽ അദദിഹി, അല്ലെങ്കിൽ ലി തഅക്കീദ്. ഇങ്ങനെ ഒരു എക്സാമിന് മഫ്ഊല് മുത്ലഖിൻ്റെ ഡെഫിനേഷനൊക്കെ ചോദിച്ചിട്ടുണ്ട്.
അപ്പം മഫ്ഉൽ മുത്ലഖ് എന്ന് പറയുന്നത് നമ്മൾ ഒരു തഅക്കീദിന് വേണ്ടിയിട്ടോ നമ്മൾ ചെയ്ത രൂപം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടോ നമ്മൾ ചെയ്ത പ്രവൃത്തിയുടെ എണ്ണം വ്യക്തമാക്കാൻ വേണ്ടിയിട്ടോ കൊടുക്കുന്ന മഫ്ഊലുകൾക്കാണ് മഫ്ഊൽ മുത്ലഖ് എന്ന് പറയാം. ഏതുപോലെ റക്അത്തു, അല്ലേ, ഞാൻ നിസ്കരിച്ചു, റക്അത്തൈൻ 2 റക്അത്ത്, അപ്പോൾ എണ്ണം വ്യക്തമാക്കി. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ, അപ്പോൾ അവിടെ എന്ത് ചെയ്തു? തഅക്കീദ് ചെയ്തു. ഇങ്ങനെ നമ്മൾ തഅക്കീദിന് വേണ്ടിയിട്ടോ നൗഅ വ്യക്തമാക്കാൻ വേണ്ടിയിട്ടോ അദദ് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടോ കൊടുക്കുന്ന മഫ്ഊലുകൾക്കാണ് മഫ്ഊൽ മുത്ലഖ് എന്ന് പറയാം. 5ാമത്തെ ഒരു ടൈപ്പാണ് മഫ്ഊൽ ഫീഹി. മഫ്ഊൽ ഫീഹി എന്ന് പറയുമ്പോൾ അത് നമ്മൾ ഒരു പ്രവൃത്തി ചെയ്തിട്ട് ആ പ്രവൃത്തിയുടെ സമയമോ അല്ലെങ്കിൽ ആ പ്രവൃത്തിയുടെ സ്ഥലമോ ഒന്നെങ്കിൽ മക്കാന് അല്ലെങ്കിൽ സമാന് വ്യക്തമാക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന മഫ്ഊലുകൾക്കാണ് മഫ്ഊൽ ഫീഹി എന്ന് പറയാം. ഏതുപോലെ സ്വല്ലൈത്തുൽ മസ്ജിദ എന്ന് പറയുമ്പോൾ ആ മസ്ജിദ എന്നുള്ളത് മഫ്ഊൽ ഫീഹിയാണ്. ഞാൻ നിസ്കരിച്ച സ്ഥലം ഏതാണ്? പള്ളിയാണ്, അല്ലേ? അവിടെ മക്കാൻ വ്യക്തമാക്കി. അതുപോലെ തന്നെ ശരിബ്തു ദവാ സ്വബാഹൻ, ഞാൻ മരുന്ന് കുടിച്ചു സ്വബാഹൻ, എപ്പോൾ? രാവിലെ. അപ്പോൾ സമാനാണ്, സമയം വ്യക്തമാക്കി. ഞാൻ മരുന്ന് കുടിച്ച സമയം എപ്പോഴായിരുന്നു? സ്വബാഹൻ, രാവിലെ ആയിരുന്നു. അപ്പോൾ മഫ്ഊൽ ഫീഹി എന്ന് പറയുമ്പോൾ ഒന്നിരിക്കൽ അത് ലൊറഫ് സമാനായിരിക്കും, അല്ലെങ്കിൽ അത് ലൊറഫ് മക്കാനായിരിക്കും. ഇങ്ങനെ 5 രൂപത്തിലുള്ള മഫ്ഊലുകളാണുള്ളത്. ഈ മഫ്ഊലുകളൊക്കെ നമ്മൾ നോക്കി പോകണം. അതിൻ്റെ ഡെഫിനിഷൻ നോക്കണം, അതിൻ്റെ ഉദാഹരണം മനസ്സിലാക്കണം. ഓക്കെ, ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഇത് ഏത് തരം മഫ്ഊലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. ഓക്കെ, അപ്പോൾ ഈ ഏരിയകൾ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തൊരു ഏരിയയാണ് ഇസ്തിസ്നാ, അല്ലേ? നമ്മൾ ഇല്ല കൊണ്ട് കൊടുക്കുന്ന ഇസ്തിസ്നാഹുബ് ഇല്ല എന്ന് കൊടുക്കുമ്പോൾ ഇല്ല കൊണ്ടുള്ള ഇസ്തിസ്നാഹ്, ഇല്ലയ്ക്ക് ശേഷം നെസ്ബാണ് കൊടുക്കുക, ഇല്ലയ്ക്ക് ശേഷം റഫാണ് കൊടുക്കുക, ഇല്ലയ്ക്ക് ശേഷം ജറാണ് കൊടുക്കുക, ഇങ്ങനെയുള്ളൊരു സംശയം എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഇസ്തിസ്നാഹിനെ 3 തരത്തിലേക്ക് നമുക്ക് തിരിക്കാൻ പറ്റും. ഏതുപോലെ ഇസ്തിസ്നാഉൽ മൂജബ്, ഇസ്തിസ്നാഉൽ മംഫി, അതുപോലെ തന്നെ ഇസ്തിസ്നാഉൽ നാഖിസ്. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇല്ലയ്ക്ക് ശേഷം പറയുന്നതിനാണ് മുസ്തസ്ന എന്ന് പറയും, അല്ലേ? ആരെയാണോ ഒഴിവാക്കുന്നത് അയാൾക്ക് മുസ്തസ്ന എന്ന് പറയും. ഇല്ലയ്ക്ക് മുമ്പ് കൊടുക്കുന്ന നമ്മൾ ആരിൽ നിന്നാണോ ഒഴിവാക്കുന്നത് അതാണ് മുസ്തസ്ന മിൻഹു എന്ന് പറയുന്നത്. ഈ ടേം അറിഞ്ഞിരിക്കൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് ഈ 3 തമ്മിലുള്ള വ്യത്യാസം നോക്കാം. ഒന്നാമത്തത് ഇസ്തിസ്നാഉൽ മൂജബ്, അത് ആ ടേമിൽ നിന്ന് തന്നെ സിമ്പിളാണ്. മൂജബ് പോസിറ്റീവ് ആയിരിക്കും. അതായത് മുസ്തസ്ന മിൻഹുവിനെ പറയപ്പെടുകയും നമ്മൾ പറയുന്ന കലാം പോസിറ്റീവ് മൂജബാവുകയും ചെയ്താൽ, ഏതുപോലെ ജാഅത്തുല്ലാബു, വിദ്യാർത്ഥികൾ വന്നു, ഇല്ല സെയ്ദ്, അല്ലേ? സെയ്ദ് ഒഴികെ. ഇവിടെ മുസ്തസ്ന മിൻഹു തുല്ലാബിനെ നമ്മൾ പറഞ്ഞു. അതോടൊപ്പം ഈ കലാം പോസിറ്റീവാണ്, കാരണം വന്നു എന്നാണല്ലോ, പോസിറ്റീവാണ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ മുസ്തസ്നക്ക് നെസ്ബ് കൊടുക്കൽ നിർബന്ധമാണ്. ഏതുപോലെ ജാഅത്തുല്ലാബു ഇല്ല സെയ്ദൻ എന്നാണ് പറയാം. അങ്ങനെ പറയാൻ പാടുള്ളൂ, അവിടെ നിർബന്ധമാണ് നെസ്ബ് കൊടുക്കൽ. ജാഅത്തുല്ലാബു ഇല്ല സെയ്ദൻ എന്നാണ് പറയാം. ഓക്കെ, ഇനി രണ്ടാമത്തൊരു ടൈപ്പാണ് ഇസ്തിസ്നാഉൽ മംഫി എന്ന് പറയുന്നത്. അതായത് നമ്മൾ എന്ത് ചെയ്യും? മുസ്തസ്ന മിൻഹുവിനെ പറയപ്പെടുകയും ആ കലാം നെഗറ്റീവ് ആവുകയും ചെയ്താൽ, അങ്ങനെ ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യും? ഏതുപോലെ ജാഅത്തുല്ലാബു എന്നുള്ളിടത്ത് നമ്മൾ എന്താക്കുക? മാ ജാഅത്തുല്ലാബു എന്നാക്കുക. വിദ്യാർത്ഥികൾ വന്നിട്ടില്ല, അപ്പോൾ മുസ്തസ്ന മിൻഹുവിനെ പറയപ്പെടുകയും ചെയ്തു, ആ കലാം നെഗറ്റീവ് ആവുകയും ചെയ്തു. മാ ജാ എന്നല്ല പറഞ്ഞത്, നെഗറ്റീവ് ആവുകയും ചെയ്തു. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇല്ലയ്ക്ക് ശേഷം നെസ്ബ് കൊടുക്കലും ജായിസാണ്. ഏതുപോലെ മാ ജാഅത്തുല്ലാബു ഇല്ലാ സെയ്ദൻ എന്നും കൊടുക്കാം. അതോടൊപ്പം മുസ്തസ്ന മിൻഹുവിൻ്റെ ഇറാബും കൊടുക്കാം. അപ്പോൾ മുസ്തസ്ന മിൻഹു ഇവിടെ ആരാണ്? മാ ജാഅത്തുല്ലാബു, അല്ലേ? റഫ് ആണ്. അപ്പോൾ നമുക്ക് മാ ജാഅത്തുല്ലാബു ഇല്ലാ സെയ്ദൻ എന്നും പറയാം, ഇല്ലാ സെയ്ദുൻ എന്നും പറയാം. അതായത് ഇസ്തിസ്നാഉൽ മംഫി ആണെങ്കിൽ ഇല്ലയ്ക്ക് ശേഷം വരുന്ന മുസ്തസ്നക്ക് നെസ്ബ് കൊടുക്കലും ജായിസാണ്, മുസ്തസ്ന മിൻഹുവിൻ്റെ ഇറാബ് കൊടുക്കലും ജായിസാണ്. ഓക്കെ, ഇനി ഇത് രണ്ടും അല്ലാത്ത 3ാമത്തൊരു ടൈപ്പ് വരുന്നുണ്ട്, ഇസ്തിസ്നാഉൻ നാഖിസ് എന്ന് പറയും. അതായത്
മുസ്തസ്നാ മിൻഹുവിനെ നമ്മൾ പറയപ്പെടാതിരിക്കുക. ആ കലാമിൽ തീരെ മുസ്തസ്നാ മിൻഹു ഇല്ല, അങ്ങനത്തെ ഒരു കലാമ് ഒരു സെൻറ്റൻസ് വന്നാൽ ഇല്ലയ്ക്ക് ശേഷം ഏത് ഇറാബ് കൊടുക്കണം എന്നുള്ളതാണ് മൂന്നാമത്തെ ടൈപ്പ്. അപ്പോൾ അവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഏതുപോലെ മാ സോഹബത്തുൽ അഖിയ മാ സോഹബത്തു ഇല്ലൽ അഖിയാർ അല്ലേ, ഞാൻ നല്ലതിനോടല്ലാതെ കൂട്ടുകൂടിയിട്ടില്ല. ഇവിടെ മുസ്തസ്ന പറഞ്ഞിട്ടുണ്ട് അഖിയാർ, പക്ഷെ മുസ്തസ്ന മിൻഹു കൂടെ പറഞ്ഞിട്ടില്ല. അപ്പം നമ്മൾ ഇല്ലയ്ക്ക് ശേഷം അഖിയാറ എന്നാണോ പറയുക, അതോ അഖിയാറു എന്നാണോ പറയുക, അതോ അഖിയാരി എന്നാണോ പറയുക? അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ ഒരു മൂന്നാമത്തെ ടൈപ്പ് ഇസ്തിസ്നാവ് വരികയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവിടെയുള്ള ഇല്ല നമ്മളൊന്ന് വൈറു മൗജൂദാക്കി നോക്കുക. ആ ഇല്ലയെ നമ്മൾ ഒഴിവാക്കിയിട്ട് അത് പൂർത്തിയാക്കി നോക്കുക. ഇതുപോലെ മാ സോഹബത്തു ഇല്ല ഒഴിവാക്കിയിട്ട് അത് പൂർത്തിയാക്കി നോക്കി. മാ സോഹബത്തു അൽ അഖിയാറ എന്നാണ് പറയുക അല്ലേ, കാരണം ഞാൻ ഖൈറിനോട് കൂട്ടുകൂടിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇല്ല വൈറു മൗജൂദാക്കി നോക്കുക. അപ്പോൾ അതിന് എന്താണോ ഇറാബ് കൊടുക്കുന്നത് ആ ഇറാബായിരിക്കും ഇല്ല കൊടുത്താലും കൊടുക്കുക. അപ്പോൾ മാ സോഹബത്തു ഇല്ലൽ അഖിയാറ എന്നാണ് പറയാം, കാരണം അതൊരു മഫൂലിൻ്റെ സ്ഥാനത്ത് വരും ഇല്ല ഒഴിവാക്കിയാൽ. ഇനി ഇല്ല ഒഴിവാക്കി കഴിഞ്ഞാൽ അത് ഫായിലിൻ്റെ സ്ഥാനത്താണ് വരിക. അങ്ങനെയാണെങ്കിൽ അതിനെന്ത് പറയും, നമ്മൾ ഇല്ലൽ കൊടുത്തിട്ട് ശേഷം എന്ത് ചെയ്യണം, റഫ് കൊടുക്കണം. അപ്പോൾ ഇസ്തിസ്നാവു നാക്കിസിൽ മുസ്തസ്നക്ക് നമുക്ക് ഇറാബ് പറയുന്നത് എങ്ങനെയാണ്, ആ ഇല്ല വൈറു മൗജൂദാകുമ്പോൾ അവിടെ എന്തായിരിക്കും ഇറാബ് വരിക, ആ ഇറാബ് ആയിരിക്കും കൊടുക്കുക. അപ്പോൾ ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. ഓക്കെ, അടുത്തൊരു പ്രധാനപ്പെട്ട നമ്മൾ നോക്കേണ്ട ഭാഗം എന്ന് പറഞ്ഞാൽ ഫിയലുൽ മാലിയായ ഫിയലാണ്. മാലിയായ ഫിയൽ എന്താണ് നമുക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല അല്ലേ, കഴിഞ്ഞു പോയ കാലത്തെ അറിയിക്കുന്ന ഒരു പ്രവൃത്തിക്കാണ് നമ്മൾ മാലിയായ ഫിയൽ എന്ന് പറയാം. അതിന് കുറേ നൗകളുണ്ട്. ഒന്നാമത്താണ് സാലിമി അല്ലെങ്കിൽ സ്വഹീഹ് എന്നൊക്കെ പറയും. മുഅത്തല്ലായ ഹർഫുകളില്ലാതിരിക്കുക, അലിഫോ വാവോ യാ ഒന്നില്ലാത്ത ഫീലുകൾക്കാണ് സാലിമായ ഫീൽ എന്ന് പറയുക. ഏതുപോലെ ലൊറബ, കതബ, ദറസ, ശരിബ, ഇതൊക്കെ സാലിമായ ഫീലുകളാണ്. രണ്ടാമത്തത് മിസാലാണ്. മിസാൽ എന്ന് പറഞ്ഞാൽ ഫാഫിയൽ, അതായത് ഒന്നാമത്തെ ഹർഫ് ഇല്ലത്തിൻ്റെ ഹർഫാകുക. അലിഫോ വാവോ യാ ആയിട്ട് വന്നാൽ അതിന് മിസാലി എന്ന് പറയും. ഏതുപോലെ വഅദ, വഅള, യസറ, ഇതൊക്കെ എന്തിന് ഉദാഹരണമാണ്, മിസാലിൻ്റെ ഉദാഹരണമാണ്. അപ്പോൾ അങ്ങനെ ഡെഫിനിഷൻ എക്സാമിന് കണ്ടിട്ടുണ്ട്. എങ്ങനെ, മാ കാന അവ്വലുഹു ഹർഫ ഇല്ലത്തിൻ, ഒന്നാമത്തത് ഇല്ലത്തിൻ്റെ ഹർഫായിട്ട് വന്നാൽ അതിന് മിസാലി എന്ന് പറയും. പിന്നെ അജ്വഫ് ഉണ്ട്. അജ്വഫ് എന്ന ആ ടേമിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഉള്ളു പൊള്ളയായിരുന്നാൽ, അതായത് അതിൻ്റെ ആദ്യവും അവസാനവും സ്വഹീഹായിരിക്കും, പക്ഷെ നടുവിൽ മധ്യത്തിൽ എന്തായിരിക്കും, ഇല്ലത്തിൻ്റെ ഹർഫായിരിക്കും. ഏതുപോലെ കാല, സ്വാറ, ബാ, നാമ, അവിടെയൊക്കെ എങ്ങനെയാണ്, അത് അജ്വഫിൻ്റെ ഉദാഹരണമാണ്. അതായത് അതിൻ്റെ വസ്ത്, അതിൻ്റെ മധ്യത്തിൽ ഇല്ലത്തിൻ്റെ ഹർഫായിരിക്കും. അപ്പം നമ്മൾ ആദ്യത്തിൽ ആ ഇല്ലത്തിൻ്റെവും പറഞ്ഞു, മധ്യത്തിൽ ഇല്ലത്തിൻ്റെവും പറഞ്ഞു. ഇനി അവസാനം ഇല്ലത്തിൻ്റെ ഹർഫ് വരുന്നതിനാണ് നമ്മൾ നാക്കിസ് എന്ന് പറയുന്നത്. ഏതുപോലെ റമ ഒക്കെ അതിൻ്റെ ഉദാഹരണമാണ്. ഓക്കെ, കല, അതൊക്കെ അതിൻ്റെ ഉദാഹരണം, അവസാനം ഇല്ലത്തിൻ്റെ ഹർഫ് വരുന്നത്. ഇനി അടുത്തൊരു ടൈപ്പാണ് ലഫീഫ് മഫ്റൂക്ക്, അതുപോലെ ലഫീഫ് മക്റൂന്. അത് നമുക്ക് ടേമിൽ തന്നെ മനസ്സിലാക്കാം. മഫ്റൂക്ക് എന്ന് പറയുമ്പോൾ രണ്ട് കാര്യങ്ങളെ എന്ത് ചെയ്തിട്ട് നമ്മൾ വേർപിരിച്ചിട്ടുണ്ട് അല്ലേ. അതായത് ഇതിൻ്റെ ആദ്യത്തിലും ഇല്ലത്തുണ്ടാവും, അവസാനത്തിലും ഇല്ലത്തുണ്ടാവും, പക്ഷേ മധ്യത്തിൽ സ്വഹീഹായിരിക്കും. അപ്പോൾ രണ്ട് ഇല്ലത്തിൻ്റെ അർഫുകൾ വേർപിരിച്ചത് കൊണ്ടാണ് ലഫീഫ് മഫ്റൂക്ക് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ പിന്നെ നമ്മൾ വ അല്ലേ, വ എന്ന് പറയുമ്പോൾ അത് എന്തിന് ഉദാഹരണമാണ്, ലഫീഫും മഫ്റൂക്കിൻ്റെ ഉദാഹരണങ്ങളാണ്. ഓക്കെ, അതുപോലെ ലഫീഫ് മക്റൂനും ഉണ്ടാവും. ലഫീഫ് മക്റൂന് എന്ന് പറഞ്ഞാൽ എന്താണ്, ചേർന്ന് നിൽക്കും അല്ലേ. അതായത് അതിൻ്റെ അയിൻ ഫീലും രണ്ടാമത്തെ ഫീലും മൂന്നാമത്തെ ഫീലും എന്തായിരിക്കും, ഇല്ലത്തിൻ്റെ അർഫായിരിക്കും. ഏതുപോലെ നവ അല്ലെങ്കിൽ റവ പോലെയുള്ള ഫീലുകൾ രണ്ടും ചേർന്നുണ്ടാവും. അയിൻ ഫീലും ലാം ഫീലും രണ്ടാമത്തും മൂന്നാമത്തും ചേർന്ന് നിൽക്കുന്നത് ഇല്ലത്തിൻ്റെ അർഫ് വന്നാൽ അത് നമ്മൾ ലഫീഫ് മക്റൂന് എന്ന് പറയും. പിന്നെ മുളഅഫ് ഉണ്ട്. മുളഅഫ് എന്ന് പറഞ്ഞാൽ തന്നെ ടേം എന്താണ്, ഇരട്ടിപ്പിക്കപ്പെട്ടതെന്നാണ് അല്ലേ. അതായത് സ്വഹ, മദ്ദ ഒക്കെ എന്തിന് ഉദാഹരണങ്ങളാണ്,
മുളഅഫിൻ്റെ ഉദാഹരണങ്ങളാണ്. പിന്നെ മഹ്മൂസ് ഉണ്ട്, ആ ഫീലിൽ ഹംസ വന്നു കഴിഞ്ഞാൽ ഏതുപോലെ സഅല, അക്കല, ഇതൊക്കെ മഹ്മൂസിൻ്റെ, ഖറഅ, അതൊക്കെ മഹ്മൂസിൻ്റെ ഉദാഹരണങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഫിയൽ മാളിയുടെ ആ വ്യത്യസ്ത ഫീലുകളെ കുറിച്ചുള്ളൊരു ബോധം നമുക്കുണ്ടായിരിക്കണം. ഓക്കെ, ഇനി ഫിയൽ മുളാരിയയിൽ നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതിൽ പ്രധാനപ്പെട്ട നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒന്ന് അഫ്ആലുൽ ഖംസയാണ് അല്ലേ. ഏതൊക്കെയാണ് അഫ്ആലുൽ ഖംസ? യഫ്അലാനി, തഫ്അലാനി, യഫ്അലൂന, തഫ്അലൂന, തഫ്അലീന. ഈ 5 ഫീലുകൾ അതിൻ്റെ ഇറാബ് എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്കറിയാം. അത് പിന്നെ റഫ് ചെയ്യൽ എങ്ങനെയാണ്? ബിസുബൂത്തിൻ നൂനി, നൂനെ സ്ഥിരപ്പെടുത്തൽ കൊണ്ടാണ്. ഏതുപോലെ അത്തുല്ലാബു യദുറുസൂന എന്ന് പറയും. ഇനി അത് നെസ്ബ് ചെയ്യലും അതുപോലെ തന്നെ ജസ്മ് ചെയ്യലും എങ്ങനെയാണ്? നൂനെ കളയൽ കൊണ്ടാണ്. ഏതുപോലെ അത്തുല്ലാബു ലം യദുറുസു എന്ന് പറയാം, അല്ലെങ്കിൽ അത്തുല്ലാബു ലൻ യദുറുസു എന്നാണ് പറയാം. അപ്പം നൂനെ കളയൽ കൊണ്ട് നെസ്ബും അതുപോലെ ജസ്മും വരും, നൂന് സ്ഥിരപ്പെടുത്തൽ കൊണ്ട് റഫ്ഉം വരും. ഇതാണ് അഫ്ആലുൽ ഖംസ എന്ന് പറയുന്നത്. പിന്നെ നൂന് തൗക്കീദ് വരും. ഫീൽ മുളാരിയയിൽ 2 ടൈപ്പ് തൗക്കീദിൻ്റെ നൂനുകൾ വരും. ഏതൊക്കെയാണ്? നൂന് സഖീല ഉണ്ടാവും, നൂന് ഖഫീഫ ഉണ്ടാവും. ഇത് 2 വന്നു കഴിഞ്ഞാലും ഫീൽ മുളാരി എന്തായിട്ട് മാറും? മബ്നിയായിട്ട് മാറും. ലയഫ്അലന്ന, മനസ്സിലായോ? ലയഫ്അലൻ മബ്നിയായിരിക്കും. ഓക്കെ, മൂന്നാമത് ഫീൽ മുളാരി അറിഞ്ഞിരിക്കേണ്ട കാര്യം ബിനാ ഉൽ അമ്ര. നമ്മളെങ്ങനെ ഒരു മുളാരിയായ ഫീലിൽ നിന്ന് നമ്മളെങ്ങനെയാണ് ഒരു അമ്ര ക്രിയേറ്റ് ചെയ്യുക, അമ്ര ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഏതൊരു ഫീലിൻ്റെയും അമ്ര നമ്മൾ ഉണ്ടാക്കുന്നത് എന്തിൽ നിന്നാണ്? ഫിയൽ മുളാരിയിൽ നിന്നാണ്. നമുക്ക് ഏതൊരു ഫീലിന് അമ്ര വേണമെങ്കിലും നമ്മൾ മുളാരിയാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ചില സ്ഥലത്ത് നമ്മൾ ഇൽരിബിലെ എന്ന് പറയും, ചില സ്ഥലത്ത് ഉക്തുബ് എന്ന് പറയും. അപ്പോൾ അലിഫിന് കെസ്റാണോ കൊടുക്കുക, അലിഫിന് ലൊമ്മാണോ കൊടുക്കുക എന്നുള്ളതൊരു നമുക്ക് ഡൗട്ടുള്ളൊരു ഭാഗമാണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഫിയൽ മുളാരി ആദ്യം നമ്മൾ എഴുതണം. അപ്പോൾ ലൊറബ നമുക്ക് ഉദാഹരണം എടുക്കാം. ലൊറബ യൽരിബു എന്നാണ് പറയാം. അപ്പോൾ ഏതൊരു അമ്ര എടുക്കുമ്പോഴും ആദ്യം എന്ത് ചെയ്യണം? മുളാറായത്തിൻ്റെ ഹർഫിനെ കളയണം. അപ്പോൾ യൽരിബു എന്നാകുമ്പോൾ ആ യാവിനെ നമ്മൾ കളയണം. അപ്പോൾ യാവിനെ നമ്മൾ കളഞ്ഞു. ശേഷം സുക്കൂനാണോ ഹർക്കത്താണോ നോക്കണം. സുക്കൂനാണെങ്കിൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു ഹംസ കൊടുക്കണം. ഹറക്കത്താണെങ്കിൽ നമ്മളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ യൽരിബു എന്ന് പറയുമ്പോൾ അവിടെ ലോദിന് എന്തുണ്ട്? സുക്കൂനാണ്. അപ്പം നമ്മളൊരു ഹംസ കൊടുക്കണം. ഇനി ഹംസക്ക് കെസ്റാണോ കൊടുക്കുക, ഫത്ഹാണോ കൊടുക്കുക, ലൊമ്മാണോ കൊടുക്കുക എന്നുള്ളതാണ് അടുത്ത നമ്മുടെ സംശയം. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? അവസാനത്തെ ഹർഫിന് മുമ്പുള്ള ഹർഫ് ഏതാണ് നോക്കുക. അപ്പോൾ യൽരിബു എന്ന് പറയുമ്പോൾ ബാഗിൻ്റെ മുമ്പ് റാഗ് എന്താണ്? കെസ്റാണ്. അപ്പോൾ അവസാനത്തേതിൻ്റെ മുമ്പ് ഫത്ഹോ കെസ്റോ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ ഹംസക്ക് കെസ്റാണ് കൊടുക്കുക. ഏതുപോലെ ലൊറബ യൽരിബു നംറ് ഇൽരിബ്, ഫതഹ യഫ്തഹു നംറ് ഇഫ്തഹ് എന്നാണ് വരിക. ഇനി അവസാനത്തേതിൻ്റെ മുമ്പുള്ളത് ലൊമ്മാണ്. ഏതുപോലെ കതബ യക്തുബു, നളറ യൻദുറു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ ഹംസക്ക് നമ്മൾ ലൊമ്മ് കൊടുക്കും. ഏതുപോലെ ഉക്തുബ്, അതുപോലെ ഉൻദുർ എന്നാണ് പറയുക. ഇതാണ് അമ്ര ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ബേസിക് എന്ന് പറയുന്നത്. ഇനി നമ്മൾ മുളാറായത്തിൻ്റെ അറഫിനെ കളഞ്ഞിട്ട് ശേഷമുള്ളത് ഹറക്കത്ത് വന്നു. ഏതുപോലെ വഅദ യഇദു, നമ്മൾ യാവിനെ കളഞ്ഞാൽ ഐദ് എന്ന് വന്നു അല്ലേ. അവിടെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല? ഹംസയെ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഏതൊരു ഫീല് കിട്ടിയാലും അമ്ര എടുക്കാൻ സുഖമാണ്. ഇപ്പോൾ ഇസ്തഫല വസ്ൽ നോക്കാം. നമുക്ക് ഇസ്തഫല യസ്തഫിലു, യാവിനെ കളയാം. ഇപ്പോൾ ഇസ്തഖ്റജ യസ്തഖ്റിജു, യാവിനെ കളഞ്ഞു. അപ്പോൾ സുക്കൂനാണ്, നമ്മൾ ഹംസ കൊടുക്കണം. അവസാനത്തിന് മുമ്പുള്ളത് കെസ്റാണ്, അപ്പോൾ ഹംസ കെസ്ർ കൊടുക്കണം. അപ്പോൾ ഇസ്തഖ്റജൻ നമ്പർ ഇസ്തഖ്രിജ് എന്നാണ് വരിക. ഓക്കെ, അപ്പോൾ ഈ ഏരിയകളൊക്കെ ഫീൽ മുളാരിയായിട്ട് ബന്ധപ്പെട്ടത് നമ്മൾ അറിഞ്ഞിരിക്കൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അടുത്താണ് ഫറഇയ്യായ ഇറാബിൽ പെട്ട മറ്റു കുറച്ച് കാര്യങ്ങൾ. ഇതുപോലെ ജമ്മു മുദക്കർ സാലിമിലെ നമ്മൾ മുസ്ലിം എന്നതിൻ്റെ ജമ്മു മുദക്കർ സാലിമാണെന്ത്? മുസ്ലിമൂൻ എന്ന് പറയും. അപ്പോൾ ഇതിനെങ്ങനെയാണ് ഇറാബ് പറയുക? മുസ്ലിമൂൻ എന്ന് പറയുമ്പോൾ റഫിൻ്റെ സാഹചര്യത്തിൽ വാവ് കൊണ്ടാണ് റഫ് കൊടുക്കുക. ഏതുപോലെ ജാ മുസ്ലിമൂന എന്നാണ് പറയുക. ഇനി നെസ്ബിൻ്റെയും അതേപോലെ ജറിൻ്റെയും സാഹചര്യമാണെങ്കിൽ
യാ കൊണ്ടായിരിക്കും ജറും നസ്ബും ഉണ്ടാവുക. ഏതുപോലെ റഅയ്തു മുസ്ലിമീന, ഞാൻ മുസ്ലിമീങ്ങളെ കണ്ടു. മഫൂലാണ്, നസ്ബാണ്, യാ കൊണ്ടാണ് നസ്ബ്. മറർത്തു ബി മുസ്ലിമീന, അവിടെയും ബാവ് വന്നു, അപ്പോൾ ജറ് യാ കൊണ്ടാണ്. അപ്പോൾ ജമ്മു മുദക്കർ സാലിമ് റഫ്ഇ ചെയ്യുന്നത് വാവ് കൊണ്ടും നസ്ബും ജറും ചെയ്യുന്നത് യാ കൊണ്ടുമാണ്. ഓക്കെ. അതേപോലെ തന്നെ ജമ്മു മുഅന്നസ് സാലിം, ഏതുപോലെ മുസ്ലിമത്തിൻ്റെ ജമ്മു മുഅന്നസ് സാലിം എന്താണ്? മുസ്ലിമാത്ത് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ എങ്ങനെയാണ് ഇറാബ് വരിക? ജാഅത്ത് മുസ്ലിമാത്തുൻ, റഫ്ഇ ചെയ്യൽ അസ്ലിയായിട്ട് തന്നെ എങ്ങനെ? ലമ്മത്ത് കൊണ്ടാണ്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ജറ് ചെയ്യുന്നതും നസ്ബ് ചെയ്യുന്നതും എങ്ങനെയാണ്? കസ്റത്ത് കൊണ്ടാണ്. അപ്പോൾ ഞാൻ മുസ്ലിം സ്ത്രീകളെ കണ്ടു എന്നിങ്ങനെ പറയാം. റഅയ്തു മുസ്ലിമാത്തൻ എന്നല്ല, റഅയ്തു മുസ്ലിമാത്തിൻ എന്നാണ് പറയുക. ജറ് എന്തായാലും കസ്റ കൊണ്ടാണ്, നമുക്ക് സംശയം ഉണ്ടാവില്ല. പക്ഷേ നസ്ബും ഇവിടെ എങ്ങനെയാണ്? കസ്റ കൊണ്ടാണ്. റഅയ്തു മുസ്ലിമാത്തിൻ എന്നാണ് പറയുക. അതുപോലെ അസ്മാ ഉൽ ഖംസ, അബു, അബ്, അഹ്, ഹമ്, ദു, ഫു, ഇത് എങ്ങനെയാണ്? അസ്മാ ഉൽ ഖംസ പഠിക്കാൻ ഏറ്റവും സിമ്പിൾ മെത്തേഡ് എന്ന് പറഞ്ഞാൽ പിന്നെ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും അല്ലേ? അബൂ ഹുറൈറ കാണാൻ കഴിയും, അബാ ഹുറൈറ എന്ന് കാണാൻ കഴിയും, അബീ ഹുറൈറ എന്നും കാണാൻ കഴിയും. ഇതെന്തുകൊണ്ട് എങ്ങനെ പറഞ്ഞത്? അബൂ ഹുറൈറ എന്നുള്ള റഫിൻ്റെ സാഹചര്യമാണ്, വാവ് കൊണ്ടാണ് റഫ്. അപ്പോൾ കാല അബൂ ഹുറൈറ എന്നുണ്ടാവുക. നസ്ബാണെങ്കിൽ അലിഫ് കൊണ്ടാണ്, അപ്പോൾ ചിലപ്പോൾ എങ്ങനെ ഉണ്ടാവും? സമയത്തു അബാ ഹുറൈറ എന്നുണ്ടാവും, അപ്പോൾ അലിഫ് കൊണ്ടാണ് നസ്ബ്. ഇനി ജറ് യാവ് കൊണ്ടാണ്, ഏതുപോലെ അൻ അബീ ഹുറൈറ എന്നുണ്ടാവുക. അപ്പോൾ ഒറ്റ ഉദാഹരണം നോക്കിയാൽ ഇതിൻ്റെ ഇറാബ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ. ഇനി ഈ ഒരു സാഹചര്യമൊക്കെ ഈ അബിനും ഈ അസ്മാഉൽ ഖംസക്ക് വാവ് കൊണ്ട് റഫും അലിഫ് കൊണ്ട് നസ്ബും യാവ് കൊണ്ട് ജറൊക്കെ വരുന്ന എപ്പോഴാണ്? അത് മുത്തക്കല്ലിമിൻ്റെ യാവിലേക്ക് ഇളാഫത്ത് ചെയ്യാതിരിക്കുമ്പോഴാണ്. ഏതുപോലെ ഇപ്പം ജാ അബീ, എൻ്റെ ഉപ്പ വന്നു, അവിടെ വാവ് കൊണ്ടല്ല റഫ്, മറിച്ച് മുക്കദ്ദറത്തായ ലമ്മത്ത് കൊണ്ട് റഫ്. റഅയ്തു അബീ, എൻ്റെ ഉപ്പാനെ ഞാൻ കണ്ടു, അവിടെ അലിഫ് കൊണ്ടല്ല നസ്ബ്, എന്തുകൊണ്ടാണ്? മുക്കദ്ദറത്തായ ഫത്ഹത്ത് കൊണ്ടാണ് അവിടെ നസ്ബ് വരിക. അപ്പോൾ മുത്തക്കല്ലിമിൻ്റെ യാവിലേക്ക് ഇളാഫത്ത് ചെയ്യാത്ത സാഹചര്യത്തിലാണ് നേരത്തെ പറഞ്ഞതുപോലെ വാവ് കൊണ്ട് റഫും അലിഫ് കൊണ്ട് നസ്ബും യാ കൊണ്ട് ജറൊക്കെ വരുന്നത്. ഓക്കെ. അതേപോലെ ഒയർ മുൻസരിഫ്, അതൊരു വിശാലമായിട്ടുള്ള പഠനമാണ്. അപ്പോൾ ഒയർ മുൻസരിഫ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഒയർ മുൻസരിഫിൻ്റെ ബേസ് എന്ന് പറയുന്നത് അത് കെസർ എങ്ങനെയായിരിക്കും? ഫത്ഹത്ത് കൊണ്ടായിരിക്കും. അപ്പോൾ ഏതൊക്കെയാണ് ഒയർ മുൻസരിഫ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഏതൊക്കെയാണ് അത്? ഒരു കാരണം കൊണ്ട് ഒയർ മുൻസരിഫ് ആകുന്നതുണ്ട്, രണ്ട് കാരണങ്ങൾ കൊണ്ട് ഒയർ മുൻസരിഫ് ആകുന്നതൊക്കെ ഉണ്ട്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു പഠനമല്ല, നമുക്ക് അത്യാവശ്യം ഇപ്പോൾ എന്താണ് ഒയർ മുൻസരിഫിൽ ഏറ്റവും കൂടുതൽ എക്സാമിന് വരുന്നൊരു ഏരിയയാണ് മുൻതഹൽ ജം എന്ന് പറയും. മഫായിൽ, അതേപോലെ മഫായിൽ വസ്നുകളൊക്കെ, മസാജിദ്, അതുപോലെ മഫാത്തീഹ് വസ്നുകളൊക്കെ ഒയർ മുൻസരിഫായിരിക്കും. അതിന് മുൻതഹൽ ജം എന്നാണ് പറയുക. അപ്പോൾ മുൻതഹൽ ജം ഒയർ മുൻസരിഫാണ്. അപ്പോൾ കെസ്റ എങ്ങനെ കൊടുക്കേണ്ടത്? ജറ് എങ്ങനെ കൊടുക്കേണ്ടത്? ഫത്ഹത്ത് കൊണ്ടാണ് ജറ് കൊടുക്കുക. മനസ്സിലായോ? അപ്പോൾ ഒയർ മുൻസരിഫ് എന്നൊരു ഏരിയയും നമ്മൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ടതുണ്ട്. ഓക്കെ. അടുത്തൊന്നാണ് പിന്നെ ഇന്ന അഖവാത്ത്, അതുപോലെ കാന അഖവാത്ത്. സിമ്പിളാണല്ലേ? ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി, അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും മറ്റേത്. അപ്പോൾ നമ്മൾ ഇന്ന അഖവാത്തിൻ്റെ ഉദാഹരണം പഠിച്ചാൽ മതിയാകും. ഇന്നല്ലാഹ ഗഫൂറുൻ. അപ്പോൾ ഇന്നെന്ത് ചെയ്യും? ഇസ്മിനെ നസ്ബയും ഖബറിനെ റഫ് ചെയ്യും. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കാന അഖവാത്ത്. ഇസ്മിനെ റഫും ചെയ്യും, ഖബറിനെ നസ്ബും ചെയ്യും. ഇന്നല്ലാഹ ഗഫൂറുൻ എന്ന് പറയാം. മറ്റേതാണെങ്കിലോ കാന സൈദുൻ ആലിമൻ എന്നാണ് പറയാം. ഓക്കെ. അപ്പോൾ ഇന്ന അഖവാത്തിൻ്റെയും കാന അഖവാത്തിൻ്റെയും ഇറാബുകൾ അറിഞ്ഞിരിക്കൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയുള്ള പിന്നെ ചില ക്വസ്റ്റ്യൻസിൽ കണ്ടിട്ടുണ്ട് അഫ്ആലു ഷുറൂ, അതുപോലെ അഫ്ആലുൽ മുഖാറബ, അതേപോലെ അദവാത്തുൽ ഇസ്തിഫ്ഹാമൊക്കെ. എന്താണ് അഫ്ആലു ഷുറൂ എന്ന് പറഞ്ഞാൽ? ഒരു പ്രവൃത്തി തുടങ്ങാൻ വേണ്ടി കൊടുക്കുന്ന ഫിഅലുകൾക്കാണ് അഫ്ആലു ഷുറൂ എന്ന് പറയാം. അത് ചില എക്സാമ്പിളുകൾ കണ്ടിട്ടുണ്ട്. ഏതൊക്കെയാണ് അഫ്ആലു ഷുറൂവിൽ പെടാത്തത് ഏത്, അങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ കാണാറുള്ളത്. അപ്പോൾ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട അഫ്ആലു ഷുറൂ? ബദഅ, ഖാമ, ഇംബരിയ, ശറഅ, തൊഫിഖ, അൻഷഅ, ജഅല, ഹബ്ബ.
പോലെയുള്ള ഫീലുകളൊക്കെയാണ് അഫ്ആലു ശുറൂഅ് എന്ന് പറയുന്നത്. അതായത് അതൊക്കെ തുടങ്ങുക എന്ന അർത്ഥത്തിലുണ്ടാവും. മനസ്സിലായോ? ഓക്കെ. രണ്ടാമത്തെ ഒന്നാണ് അഫ്ആലുൽ മുഖാറബ. നമ്മളൊരു കാര്യം അടുത്തെത്തി എന്നറിയിക്കുമല്ലോ. അപ്പോൾ ഇംഗ്ലീഷിലൊക്കെ നമ്മൾ എബൌട്ട് ടു എന്നൊരു പ്രയോഗം ഉണ്ടല്ലോ. അതേപോലെ ഒരു കാര്യം അടുത്തായി എന്ന് പറയുന്ന പ്രയോഗം, അതിന് പ്രധാനമായിട്ട് 3 പ്രയോഗങ്ങളുള്ളത്. ഏതൊക്കെ? കാദ, കറുബ, അതുപോലെ ഔഷക. ഓക്കെ. പിന്നെ അദവാത്തുൽ ഇസ്തിഫ്ഹാം, നമുക്ക് സിമ്പിളാണല്ലോ അല്ലേ? ഇസ്തിഫ്ഹാമിൻ്റെ അദാത്തുകൾ ചോദിക്കാറുണ്ട്. മൻ, മാ, മത, ഐന, കം, കൈഫ, അയ്യു, ഹൽ, ഹംസ, അം, അയ്യാന പോലെയുള്ള ഇസ്തിഫ്ഹാമിൻ്റെ അർഫുകളും ഒന്ന് അറിഞ്ഞിരിക്കണം. ഇതും ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ഓക്കെ. അടുത്തൊന്നാണ് നെക്കിറ വൽ മാരിഫ. നെക്കിറയെക്കുറിച്ചും മാരിഫയെക്കുറിച്ചും നമുക്ക് ആയിട്ടുണ്ടായിരിക്കണം. അപ്പോൾ എന്താണ് മാരിഫ എന്ന് പഠിച്ചാൽ മതിയാവും, ബാക്കിയുള്ളതൊക്കെ നെക്കിറയാണ്. ഓക്കെ. എന്തൊക്കെയാണ് മാരിഫയുടെ കിസ്മിൽ വരുന്നത്? ഒന്ന് അലമുകൾ. നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനത്തിനോ നമ്മളൊരു പേരിട്ട് കഴിഞ്ഞാൽ അതിന് നമ്മൾ പറയുന്നതാണ് അലമ് എന്ന് പറയും. ഇപ്പോൾ മനുഷ്യന്മാരിൽ ഒരാൾക്ക് സെയ്ദ് എന്ന് പേരിട്ടു, അപ്പോൾ സെയ്ദ് അലമാണ്. മനസ്സിലായോ? അപ്പം കുറേ സ്ഥലങ്ങളുണ്ട്. ഒരു സ്ഥലത്തിനൊരു പേരിട്ടു, ആ സ്ഥലപ്പേരെന്താണ്? അലമാണ്. അപ്പോൾ അലമുകളൊക്കെ മാരിഫകളാണ്. 2 അൽ മുഅറഫു ബിൽ അലിഫി വല്ലാമി. അലിഫ്ലാം കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഇസ്മിന് അലിഫ്ലാം കൊടുത്തു കഴിഞ്ഞാൽ അതും എന്താണ്? മാരിഫകളാണ്. ഓക്കെ. 3ാമത്തെ ലൊമീർ. എല്ലാ ലൊമീറുകളും മാരിഫകളാണ്. കാരണം നമ്മളൊരു ലൊമീർ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഹുവ എന്ന് പറയുന്നത് എപ്പോഴായിരിക്കും? നമ്മൾ ആ ഹുവയെക്കുറിച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ആ ഹുവ കൊണ്ട് പ്രത്യേകം ഒരാളെ ഉദ്ദേശിച്ചു. അപ്പോൾ അതെന്താണ്? ലൊമീർ മാരിഫകളാണ്. മൗസൂലകളും മാരിഫകൾ. അല്ലദി, അല്ലദാനി, അല്ലേ, അല്ലത്തി എന്നൊക്കെ പറയുന്ന മൗസൂലകളും നമ്മളൊരു ഒരാളെ പ്രത്യേകമാക്കാൻ വേണ്ടി കൊടുക്കുന്നതാണല്ലോ. അപ്പോൾ അതും എന്താണ്? മാരിഫകളാണ്. അതുപോലെ തന്നെ ഇലാഫത്തുൻ ഇലാ മാരിഫ. ഒരു നെക്കിറയായിട്ടുള്ളൊരു പദം മാരിഫയിലേക്ക് ഇലാഫത്ത് ചെയ്യപ്പെട്ടാൽ, ഏതുപോലെ? ഇപ്പോൾ കിതാബ് എന്ന പദം നെക്കിറയാണ്, അതിനെ സെയ്ദ് എന്ന മാരിഫിലേക്ക് ഇലാഫത്ത് ചെയ്തു. അപ്പോൾ കിതാബ് സെയ്ദിൻ എന്ന് പറഞ്ഞു. അങ്ങനെ പറയുമ്പോൾ ആ കിതാബ് എന്ന നെക്കിറ എന്തായിട്ട് മാറും? മാരിഫയാകും. അപ്പോൾ നെക്കിറയായിട്ടുള്ളൊരു പദം മാരിഫയിലേക്ക് ഇലാഫത്ത് ചെയ്യപ്പെട്ടാൽ അതും എന്തായിരിക്കും? മാരിഫകളായിരിക്കും. ഓക്കെ. ആ ഏരിയയും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാണ്, ഇത് മാത്രം പഠിക്കുക എന്നല്ല ഉദ്ദേശിച്ചത്, മറിച്ച് ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയകളാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ നിർബന്ധമായിട്ടും കവർ ചെയ്യണം. എന്തായാലും കുറച്ച് ക്വസ്റ്റ്യൻസ് ഈ ഏരിയകളിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും എക്സാമിന് വേണ്ടിയിട്ട് അവസാന പ്രിപ്പറേഷനിൽ ഉഷാറായിട്ട് എന്ത് ചെയ്യുക, നമ്മൾ പരീക്ഷയ്ക്ക് ഒരുങ്ങുക. നല്ല കോൺഫിഡൻസോടുകൂടെ എക്സാമിന് ഒരുങ്ങുക. എല്ലാവർക്കും നല്ല ഒരു എക്സാം എക്സ്പീരിയൻസും അതുപോലെ തന്നെ കേട്ടിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. ഇപ്പോൾ എല്ലാവർക്കും നല്ല ഒരു വിജയം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.